കാര്യം പറഞ്ഞപ്പോൾ മേഡം പറയുന്നത് വെച്ചാല് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിട്ട്. എനിക്കാണെങ്കിൽ ടെൻഷനും വിഷമവും ഇത് കാണാം. ഇതെന്ത് ഉള്ളിലാണ് എന്നിട്ട് അത് രണ്ട് വരെ വന്ന അമ്മ പോസിറ്റീവോ മാംഗോ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. കുടിച്ചു നോക്കാം കേട്ടോ, കഴിച്ചു നോക്കാന്ന് പറഞ്ഞേ. മുത്തുമണീസ്. അയ്യോ ഞാൻ മൈക്ക് എടുത്തില്ല, അസാറില്ല. അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ പോവാണ് ഫ്രണ്ട്സ്. ഇതിനെ ഒന്ന് സഹിക്കാൻ വയ്യ. എന്തുവാ ഇത്? ആന്ന് ഞാൻ ഇനി എന്റെ വീട്ടിൽ അങ്ങ് സ്ഥിരമായി നിൽക്കാൻ പോവാ. അപ്പോഴേ നമ്മുടെ വില അറിയും. നമ്മുടെ വില എന്റെ വില മതിയല്ലോ. ആ കുറച്ച് നേരം മതി ഇങ്ങനെ സഹിക്കാൻ വയ്യ. ഇപ്പൊ രാവിലെ തന്നെ എനിക്ക് സഹിക്കാൻ വയ്യ. അയ്യോ ഫ്രണ്ട്സ്, അപ്പൊ ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലോട്ട് പോവാണ്. ഈ സാധനം എന്നെ അവിടെ ഇറക്കിയിട്ട് അങ്ങ് പോകും. എന്റെ അടുത്ത് പറയാം രാവിലെ നീ സ്കൂട്ടിയിൽ പോവാൻ. അപ്പൊ നിനക്ക് നിന്റെ സൗകര്യത്തിന് അങ്ങോട്ട് വരെയും ചെയ്യാം, അങ്ങോട്ട് പോവുകയും ചെയ്യാന്ന്. ഈ വെയിലത്ത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സ്കൂട്ടിയിൽ എങ്ങനെ പോകും ഫ്രണ്ട്സ്? എനിക്കാണെങ്കിൽ ഭയങ്കര അതൊക്കെ അങ്ങനെയാണല്ലേ. അതുമല്ല സ്കൂട്ടിയില് എനിക്കാണെങ്കിൽ ഭയങ്കര മടിയാണ് ഇപ്പം സ്കൂട്ടി ഓടിക്കാൻ. എനിക്ക് ഭയങ്കര മടിയായിപ്പം. ഇതാകുമ്പോ ഇങ്ങനെ ഇരുന്ന അണ്ണൻ വണ്ടി ഓടിക്കുന്നില്ല. അണ്ണന് വണ്ടി ഓടിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. ഓടിച്ചോട്ടെ. നോ നോ. അപ്പം മുത്തുമണീസ് ഇന്നലെ എന്തുവായിരുന്നു സത്യത്തിൽ? ഇന്നലെ എന്തുവായിരുന്നു? അതല്ല മുത്തേ, ഹർത്താലോ എന്ത് പണിമുടക്ക്. ഇന്നലെ പണിമുടക്കായിരുന്നല്ലോ മുത്തുമണീസ്. അപ്പൊ ഞങ്ങൾ മെനഞ്ഞാന്ന് വൈകുന്നേരം പൊന്നൂസിനെയും മൂന്നുകുട്ടനെയും ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടാക്കി. കാരണം ഇവിടെ കളിക്കാൻ അപ്പുറം ഒന്നും ആരുമില്ലല്ലോ. അപ്പൊ നമ്മള് വെറുതെ വീട്ടിലിരിക്കണ്ടല്ലോ, ടി വി ഒക്കെ കണ്ട് ഇരിക്കുന്നില്ല. അവിടെ കളിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവരെ തലേന്ന് അവിടെ കൊണ്ടാക്കിയിട്ട് സാധാരണ ശനിയോ ഞായറോ അങ്ങനെ വൈകുന്നേരം കൊണ്ടാക്കും. കാരണം വെച്ചാല് മദ്രസയും ട്യൂഷനും എല്ലാം കാണുമല്ലോ. സത്യം പറഞ്ഞാൽ നേരത്തെ ആഴ്ച 2 ദിവസം അവധിയായിരുന്നു, ഇപ്പൊ ആഴ്ച 2 ദിവസം പഠിത്തം. അങ്ങനെയായി. അപ്പൊ പണിമുടക്കായിട്ട് അവിടെ കൊണ്ടാക്കി. അവര് ഇന്നലെ ഫുള്ളും ഹാപ്പി ആയിട്ട് കളിച്ച് വൈകുന്നേരം മദ്രസയിൽ പോയി ഷോട്ട് ഇട്ടായിരുന്നു. പക്ഷെ ഇന്നും അന്നേരം ഇന്ന് എന്തോത്തിന്റെ ആയിരുന്നു? അയ്യോ എന്തോ ഇന്ന് വിദ്യാഭ്യാസ ബന്ദ്. ഇന്ന് SFIയുടെ സംസ്ഥാന പണിമുടക്കല്ലല്ലോ, സ്കൂളിലെ വിദ്യാഭ്യാസ ബന്ദ് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ഇന്നലെ സ്കൂളിൽ നിന്ന് മെസ്സേജ് വന്നപ്പോ പൊന്നൂസിനും മോൻകുട്ടന്റെ അടുത്ത് പറഞ്ഞപ്പോ അവർ ഇന്നും വീട്ടിലോട്ട് വരുന്നില്ല, അവിടെ കാറിൽ നിന്ന് കളിക്കുവാന്ന്. പക്ഷെ എന്റെ അമ്മയ്ക്ക് ഇന്ന് ഇതുണ്ട്, തൊഴിലുറപ്പുണ്ട്. അപ്പൊ തൊഴിലുറപ്പുള്ളതുകൊണ്ട് അമ്മയ്ക്ക് ദൂരെയാ, അതുകൊണ്ട് ഉച്ചയ്ക്കൊന്നും വരാൻ ഒക്കത്തില്ല. അപ്പം ഇവരാണെങ്കിൽ ഒട്ട് നമ്മുടെ കൂടെ ഇന്നലെ വൈകുന്നേരം വിളിക്കാൻ പോയിട്ട് വരുന്നുമില്ല. ഞങ്ങൾ ഇന്നലെ വിളിക്കാൻ പോയി, വരുന്നില്ല. അമ്മ ഞങ്ങൾ കളിക്കോ എങ്കിൽ പിന്നെ ഞാൻ വിചാരിച്ചു കളിക്കട്ടെ, ഇടയ്ക്കൊക്കെ കിട്ടുന്നതല്ലേ, കളിച്ചോട്ടെ. അപ്പൊ രാവിലെ ഞാനങ്ങ് പോയി ഇരുന്ന അവര് കഴിക്കുകയും ചെയ്യും, ഞാൻ ഇവിടെ കൂട്ടിന് ഇരുന്നാ മതിയല്ലോ. അമ്മ രാവിലെ വിളിച്ചു പറഞ്ഞ ചോറ് മീൻകറി അത് ഇത് ഒക്കെ വെച്ചിട്ടുണ്ട്, എടുത്ത് ചൂടായി കൊടുക്കണം, നെയ്ദോശ ചുട്ടു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇത് രാവിലെ 9 മണിയായി, വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുവാണ്. എന്നെ ഇവിടെ ആക്കിയിട്ട് അണ്ണൻ പുതിയ വീട്ടിൽ പണിക്കാരുണ്ട്, അവിടെ ഇറങ്ങും. കുറെ പേര് ഇങ്ങനെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പുതിയ വീടിന്റെ അപ്ഡേഷൻ, പുതിയ പണി എന്തൊക്കെയായെന്നൊക്കെ വീഡിയോ എടുക്കാൻ. ഞാൻ വിചാരിച്ചു ഇനി നമ്മൾ പാല് കാച്ചൽ കാണിക്കുന്നതല്ലേ നല്ലത്, അല്ലേ എണ്ണേ? അത് മതി, അതെ അത് മതി. അതാണ് നിങ്ങൾക്കും കാണുമ്പോ ഒരു ഇൻട്രസ്റ്റ് ആണ്. ഇതിപ്പോ ലാസ്റ്റ് ഘട്ടമല്ലേ ലാസ്റ്റ് ഘട്ടമല്ലേ. അപ്പൊ ഇൻഷാല്ലാ പെട്ടെന്ന് പാല് കാഴ്ച കാണും. അപ്പൊ അതുമല്ല നമ്മുടെ വീഡിയോ കാണുന്ന ബന്ധുക്കൾ ഒരുപാട് പേര് പിന്നെ ഗീവ് അവേ ചോദിച്ചായിരുന്നു. നമ്മളെ വീട് പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം സമാധാനത്തിൽ നമുക്ക് എല്ലാം ചെയ്യാം. നമുക്കിപ്പോ നല്ലൊരു ഗീവ് അവേ ഒക്കെ നമ്മുടെ പുതിയ വീട്ടിൽ വെച്ച് നമുക്ക് തരാം കേട്ടോ. ഇപ്പൊ സമയമില്ല, ഓട്ടവും ചാട്ടവും ബഹളത്തിലും ഒക്കെയാണ്. പിന്നെ അപ്പം ഈ ബന്ധുക്കാരായാലും എല്ലാവർക്കും ആയാലും വീഡിയോയില് കാണണ്ട, നേരിട്ട് വന്ന് കാണട്ടെ, അതിൽ ഇതൊരു സന്തോഷം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ലാസ്റ്റ് ഘട്ടമാണ്. അപ്പൊ ഇനി നമുക്ക് പാല് കാച്ചിന് വീഡിയോ എടുക്കാന്ന്. അപ്പൊ അണ്ണ ഇതിലേ പോകും, എനിക്കൊന്ന് കാണാമല്ലോ. പുതിയ വീടിന്റെ അവിടെ എത്തി. അപ്പൊ ഇതിലേ ഒന്ന് കറങ്ങി അങ്ങ് പോവാം. അപ്പൊ ഇനി ഞാന് നമ്മുടെ വീട്ടിൽ പോയി പൊന്നുവിനെ മോണ്ടനെയും കാണിക്കാം. ഏത് കൊല്ലത്തിലാണോ ഇരിക്കുന്നത് ഉറക്കം അടിയിട്ട്. ഇപ്പോഴേ കളിയും ബാളമായിരിക്കും. ഇപ്പൊ മദ്രസയെ വിടാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ എടുത്തോണ്ടാണ് വന്നത്. 2 ജോഡിയെല്ലാം എടുത്തോണ്ട് പോയിട്ട് അവിടെ വീട്ടിൽ ഇടാനുള്ളത് മാത്രമേ കാണൂ വീട്ടില്. അപ്പൊ പള്ളി ഇട്ടോണ്ട് പോകാനുള്ള കാണത്തില്ല. അപ്പൊ ഇനി ഞാൻ കാറിന്റെ വീട്ടിലെത്തിയിട്ട് കാണിക്കാമേ. എങ്ങനെ വീട്ടിലെത്തി. പൊന്നൂസിനും മോനോട്ടരും ഓരോ മിൽക്കി ബാർ വാങ്ങിച്ചോണ്ടാണ് ഞാൻ വന്നത്. ഇവിടെ അമ്മ പട്ടി കയറാതിരിക്കാൻ വേണ്ടിയിട്ട് സാടിയ സ്കൂട്ടി ചെയ്യുന്നു. ഇത് കസേര എടുത്ത് വെച്ചേക്കോ, ജമ്പിയ അതുകൊണ്ട് പാവയ്ക്ക വറുത്ത്. പൊന്നോ കളിക്കാൻ പോയതിനു മുമ്പല്ല പള്ളി പോകാനുള്ള
ബാഗൊക്കെ എവിടെ ഇരിപ്പുണ്ട്. രണ്ടുപേരും കളിക്കാൻ പോയി അപ്പുറത്തെ വീട്ടിലാട്ടോ. ഞാനിപ്പോൾ വിളിച്ചു, ഇപ്പം വരും. ഫോണിൽ വീഡിയോ എടുക്കുന്ന ഫോണിൽ ചാർജ് ഇല്ല, അതുകൊണ്ട് ചാർജർ എടുത്തോണ്ട് വന്നത്. അമ്മ ചോറ് വെച്ചു. എന്തോന്നത് പരിഞ്ഞിന് പൊടിച്ചതാട്ടോ. എൻ്റെ തന്നെ ഫ്രിഡ്ജിൽ ഇരിപ്പണോ. ഇത് ഇന്നലത്തെ മീൻകറിയാണേ. ഫാൻ ഓഫ് ചെയ്തിട്ടില്ല. പൊന്നൂസ് മോട്ടന് കിടന്നിട്ടേ ഫാൻ പോലും ഓഫ് ചെയ്യാതെ ചാടിയേക്കുവാ കളിക്കാൻ. ഞാൻ വിളിച്ചോണ്ട് വരാം. അതിന് മുമ്പ് നിങ്ങളെ ഞാനൊരു അതിഥിയെ കാണിച്ചു തരാം. ഇവളാണ് കിറ്റി. പൊന്നൂസ് മോട്ടന് കിറ്റി കിറ്റീന്നാ വിളിക്കുന്നത്. കിറ്റീഷ് ഉണ്ടടി. കിറ്റിയാണേരാ ഗർഭിണിയായിട്ട് ഇവിടെ വന്നതാട്ടോ. പണ്ട് നമ്മുടെ പഴയ വീട്ടിൽ കിങ്ങിണി വന്ന പോലെ. ഇവളിപ്പം 3 ശുണ്ടിരികളെ പിശവിച്ചു. ഇത് ശുണ്ടിരിയാനോ, ഇത് ശുണ്ടിരിയാനോ. എന്നെ ഒന്നും ചെയ്തില്ല കേട്ടോ. നമുക്കതൊക്കെ നമ്മുടെ ചുങ്കടിയാണോ, ശുണ്ടാനോ. ശുന്തിരികളാട്ടോ. ഇവിടെ പല അലമാരിയാണ്, അതിനകത്താണ് കേട്ടോ. എൻ്റെ ചുണ്ടിരികള് എനിക്ക് പോണിച്ച് മോനോട്ടിന് എൻ്റെ പാലൊക്കെ കുറിച്ച് കെക്കാണോ നിങ്ങള്? കെക്കാണോടി? ഓ വന്ന് അമ്മയുടെ സുന്ദരി എന്തേ? അമ്മയുടെ സുന്ദരൻ എന്തേ? അമ്മ വന്നെന്ന് പറഞ്ഞോ? അമ്മച്ചി വന്നടി. അമ്മച്ചി വന്ന് ഒത്തിരി നേരം വാടി. എന്ത് വാടിയത്? എന്തൊരു കോലം വാടിയത്? വാ, അമ്മ മിൽക്കി ബാർ കൊണ്ടുവന്നു. വാ എന്നാ താ. ഇവിടെ വന്ന് അമ്മ അടുത്ത് വന്നാലല്ലേ അമ്മ തരൂ. സുന്ദരാ കുളിക്കണ്ടേ? കൊറക്കോലം പോലെ. ദോശ തിന്നോ? തിന്നാന്നോ? ഷിയാമോന് നെയ്ദോശ ഇട്ട് കൊടുക്കാൻ. മക്കള് തിന്നാതെ പോയാ എന്താ? അത് പൊന്നൂനാ കൊടുക്കുവോ നീ? എന്നിട്ട് ബാ, ഇവിടെ കളിക്കാം നമുക്ക്. ആണോ? മക്കൾ ഇവിടെ വാ, നമുക്ക് എല്ലാരും ഇവിടെ കളിക്കാം. ബാ, വരുന്നില്ലയോ? എന്നാ പോയി കളിച്ച. അമ്മ ഇവിടെ ഇരിക്കാം. ഇവിടെ ഇരിക്കാനാണ് എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത്. കാരണം വീട്ടിലാരെങ്കിലും വേണ്ടേ ഇവര് കളിക്കുമ്പോ. പൊന്നൂസിനും മോനുകുട്ടനും നെയ്ദോശയും ചാളക്കറിയും. ചാളയാട്ടോ, മീൻകറി. കേട്ടോ ഇത് രണ്ടുപേരുടെ കോലം കണ്ടോ? ഇതുവരെ ഇങ്ങനത്തെ ഒരു കോലത്തിൽ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടോ? ഇർഫാൻ ഇവിടുത്തെ സ്കൂളിലാണ് ഇർഫാൻ അപ്പുറത്തെ പിള്ളേർ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ അവർക്ക് ഇവരുടെയൊക്കെ സ്കൂളിൽ ഞാൻ സ്കൂൾ ബസ് ഉള്ളത് കൊണ്ട് നേരത്തെ തന്നെ സമരമോ ഹർത്താലാന്ന് പറയുമ്പോഴത്തേക്കും വോയിസ് ഇടും പഠിത്തം ഇല്ലാന്ന്. അപ്പോൾ അവർ പെട്രോൾ കളയാൻ നിൽക്കത്തില്ല. അപ്പോൾ ഇവിടുത്തെയൊക്കെ സ്കൂളിൽ കാറിലല്ലയോ, അപ്പോൾ സമരം വിളിക്കാൻ വരത്തില്ലെന്ന് പറഞ്ഞ ക്ലാസ് വെച്ചതാ. എന്നിട്ട് പോയിട്ട് വന്നില്ലയോ ഇർഫാനൊക്കെ? അവനവിടെ ക്ലാസ്സിൽ തന്നെ ഉണ്ട്. ഇവനെ എന്താ വിട്ടത് ഇർഫാനെ? അതെന്തോ അത്? ഇർഫാൻ മറ്റേ സ്കൂളിലാണ് പഠിക്കുന്നത്, RBME. ഫർസാൻ ഇവിടെ പഠിക്കുന്നോണ്ട് അവന് ക്ലാസ് ഉണ്ട്. അതാ നമ്മുടെ കാറിലൊക്കെ സ്വന്തം നാട്ടിലൊക്കെ സ്കൂളാണെങ്കിൽ ആരും സമരം വിളിക്കാൻ ടൗണിൽ നിന്ന് വരത്തില്ലെന്ന് പറഞ്ഞ് പഠിത്തം വെക്കും കേട്ടാ. വേഗം ഇത് മൊത്തം കഴിച്ചിട്ട് നമുക്ക് കുളിക്കാം. ഇത് എന്തുവാ ഇത് കോലം? അത്ത വരുമ്പോ വിചാരിക്കും എന്തൊരു കോലമാണ്. അപ്പൊ കുളിച്ച് നല്ല ഡ്രസ്സ് ഇട്ടിട്ട് നിന്ന് കളിക്കാം കേട്ടോ. മതി. പിന്നെ മിൽക്കി ബാർ ആലിയക്ക് കൊടുത്തായിരുന്നോ? തറ വീണ് പോയോ? കൊടുത്തോ? മോൻ കൊടുത്തോ? ഇന്നലെ അത്ത കടയിൽ പോയപ്പോ വാങ്ങിച്ചോണ്ട് വന്ന 2 മിൽക്കി ബാർ. അതാ അമ്മ, എനിക്കറിയാമായിരുന്നു നിങ്ങൾ ഷെയർ ചെയ്യൂന്ന്. അവയും കഴിച്ചിട്ട് ബാ നമുക്ക് കുളിക്കാം. ഇതൊക്കെ ഞങ്ങൾ ഇവിടെ താമസിച്ചപ്പോൾ ഉള്ള വൃത്തികേടുകളാട്ടോ. ഇനിയിപ്പോൾ എൻ്റെ അനിയൻ്റെ കല്യാണത്തിന് വേണം. അതുകൊണ്ട് ഒരു പെയിൻ്റൊക്കെ അടിച്ച് വൃത്തിയാക്കി മുണ്ട് കൊടുക്കട്ടെ. അല്ലെങ്കിൽ വീഡിയോക്കകത്ത് പ്രശ്നമാ. കുഞ്ഞാണിയൊന്നും വീഡിയോ കാണിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് മാമി ഇങ്ങനെ കെട്ടിത്തരാം കേട്ടാ. ചോര വന്നോ? വിട്. മാമാട്ടി കുട്ടിയപ്പ കെട്ടുന്നതിന്റെ കുഞ്ഞാണി കാണിക്കാൻ പറ്റത്തില്ല കേട്ടോ. കുഞ്ഞാണി കാണിച്ച പ്രശ്നമാ. മാമിയുടെ വീഡിയോ കുഞ്ഞാണി കാണിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണോ? നീ വാ. ഇങ്ങോട്ട് നോക്ക്. ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ സുന്ദരൻ കളിക്കാൻ വന്നയാ. അതെ, മീൻകറി ഇഷ്ടപ്പെട്ടോ? കൊള്ളാവോ? പൂച്ചയെ കാണാൻ വന്നേട്ടോ. പൂച്ച എന്തേ ഡ്രസ്സോ? ഇവിടെ ഇല്ലായിരുന്നോ വേറെ ഡ്രസ്സ്? ബാ, എന്നാ കുളിച്ചിട്ട് പോവാം. ബാ, കുളിച്ചിട്ട് ബാ നമുക്ക് കുളിച്ചിട്ട് വേറെ ഡ്രസ്സ് ഇട്ടിട്ട് കളിക്കാം. ബാ. വേണ്ട, അവൻ കുളിച്ച് പൗഡറൊക്കെ ഇട്ട് വന്നിരിക്കുവോ? കണ്ടില്ലേ പൗഡർ? ബാ, ഇന്നാ ദോശ തരാം. ബാ. നീ പൂജയെ കാണാൻ വന്നേന്നാ?
ഓ ആ പോട്ട് വാവയല്ല അറിയാതെ. വേണ്ട വേണ്ട, ഒന്നും എടുക്കണ്ട അതിന്. ഇത് പുളി. ഇവ ചോദിക്കും ഇതെന്തോ പുളിന്ന്. ഇത് പുളി. ഇത് പുളി. ഇത് ഉനക്കാൻ പറ്റിയൊക്കെ പുളി. തിന്നു നോക്കാം. നീ തിന്നു നോക്കുന്ന. കടിച്ചു നോക്ക്. പല്ല് വെച്ച് കടിച്ചു നോക്ക്. അത് തറയപ്പോയെങ്കിൽ എടുക്കണ്ട. കള തിന്നു. വേറെ പുളി. ആ പല്ലുണ്ട്, ഇഷ്ടം പോലെ പല്ലുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. കടിച്ചു നോക്ക്. പുളി കടിച്ചു നോക്ക്. എങ്ങനുണ്ട്? കടിക്കാൻ പറ്റുന്നില്ല. പുളിയുണ്ടോ? പുളിയുണ്ട്. നിന്നെ ഞാൻ നോക്കി. മര്യാദയ്ക്ക് കുളിച്ചിട്ട് വാ. കുളി. അമ്മാന്റെ ഉടുപ്പൊക്കെ കൊണ്ട് അവിടെ വെച്ച് കുളിച്ചിട്ട് വാ. ബോയൊക്കെ അവിടെ ഊരി വെച്ചിട്ട് കുളിക്കണേ. വാ. എന്തുവാ ഇവിടെ? ഓടാതെ കളിക്ക്. ഓടാതെ കളിയടാ. ടീച്ചർ. നമുക്ക് പോണം, പെട്ടെന്ന് കളിച്ചോ. സത്യം പറഞ്ഞാല് ഞാനിവിടെ പോസ്റ്റ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിപ്പോ അവർക്ക് കളിക്കാൻ വേണ്ടി അണ്ണ ഇന്നലെ എന്നെ വഴക്ക് പറഞ്ഞു. ഞാൻ അങ്ങനെ രാവിലെ വരാമെന്ന് ഞാൻ ഇങ്ങനെ അമ്മ അടുത്ത് പറഞ്ഞപ്പോഴേ അണ്ണ എൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് ജോലിയില്ല, വന്ന് വെറുതെ ഇരിക്കണമല്ലോ എന്നൊക്കെ. പക്ഷെ ഞാൻ ഇവർ കളിക്കട്ടെ എന്നുള്ളൊരു മൈൻഡിലാണ് വന്നിരുന്നത്. അപ്പം അപ്പുറത്തെ കുഞ്ഞുങ്ങൾ അവന്മാർ സ്കൂളിലും പോയി. അതുകൊണ്ട് കളിക്കാൻ താഴെ ആലിയായും ആ കൊച്ചിറക്കനേ ഉള്ളൂ. അപ്പുറമുള്ള രണ്ടുപേരില്ല കേട്ടോ, അവർ സ്കൂളിൽ പോയി. പിന്നെ ഇർഫാൻ വന്നത്. ഇർഫാന് PTA മീറ്റിംഗ് ഉണ്ടെന്ന്. സ്കൂളില്ലാത്തതുകൊണ്ട് അവിടെ PTA മീറ്റിംഗ് വെച്ചത്. അങ്ങനെ അവനും പോയി. അപ്പം അവർ 4 പേരെ ഉള്ളു കളിക്കാനായിട്ട്. അപ്പം ഞാൻ എല്ലാവരും കാണുമല്ലോ, അവർക്ക് നല്ല രസമാണെന്ന് പറഞ്ഞാൽ ഞാൻ വന്നത്. എന്നിട്ട് ഞാൻ ഇപ്പം പറഞ്ഞു നമുക്ക് വീട്ടിൽ പോകാൻ മക്കളെ, കളിക്കാൻ ആരും ഇല്ലല്ലോ നിങ്ങൾക്കെന്ന്. ഇല്ലമ്മ ആലിയായൊക്കെ ഉണ്ട്, വേണ്ട. എന്നിട്ടും വീട്ടിൽ പോകാൻ അവർക്ക് ഇഷ്ടമല്ല. പിന്നെ ഞാൻ അണ്ണനെ വിളിച്ചതേ ഇല്ല. ഇവിടെ ബോറാ, ഞാൻ പോസ്റ്റ് ആയിട്ടിരിക്കാന്ന് പറഞ്ഞാൽ എന്നെ കൊന്നു കളയും. നിൻ്റെ അടുത്ത് ഞാൻ സ്കൂട്ടി എടുത്തോണ്ട് വരാൻ പറഞ്ഞില്ല, അങ്ങനെ എങ്ങനെയാ എന്താ കണ്ടൊക്കെ പറയും. അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല, ചുമ്മാ ഇരിക്കാം. അപ്പം ഉച്ചയ്ക്ക് വരും കേട്ടോ. ഉച്ചയ്ക്ക് അണ്ണം വരും ചോറ് കഴിക്കാൻ. അപ്പോഴെങ്കിലും വീട്ടിൽ പോകാൻ. എനിക്ക് ബോറടിക്കുന്നു. പിന്നെ ഇവിടെ പർപ്പിളിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഒരു 10,000 വട്ടം നമ്മൾ എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമേ അവർക്കത് തൃപ്തിയാവും. അപ്പോൾ ഇപ്പോഴും കുറേ മിസ്റ്റേക്കുകൾ അയച്ചു. അപ്പോൾ അത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എനിക്കാണെങ്കിൽ പിന്നെ വീഡിയോസ് വ്ളോഗൊക്കെ എടുത്തിട്ട് കുറേ നാളായെന്ന് വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ പീരീഡ്സ് ആവേണ്ട ഡേറ്റൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം 10 ദിവസമായി. അപ്പം എനിക്ക് അതിൻ്റെയൊക്കെ ഒരു നമുക്കറിയാമല്ലോ, പീരീഡ്സ് വന്നു പോയാൽ നമുക്ക് ഭയങ്കര എനർജി ആയിരിക്കും. അപ്പം എനിക്ക് അതിൻ്റെ ജിമ്മിനും പോക്കില്ല. കുറച്ച് ദിവസം കൊണ്ട് അണ്ണം പോകുന്നുണ്ട്. എനിക്ക് വെയ്യ, ഭയങ്കര അടിവയറ് വേദന, ശരീരം വെയ്യ. വരാനുള്ളതാണോ വരാതിരിക്കുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് എനിക്കറിയത്തില്ല. ഒന്ന് അണ്ണൻ ഹോസ്പിറ്റലിൽ പോകാന്ന് പറഞ്ഞു. ഞാൻ പറയും വേണ്ട, എനിക്ക് നേരത്തെയും ഡേറ്റ് മാറിയിട്ട് ലേറ്റ് ആയിട്ട് വരാറുണ്ട്. അപ്പം ഞാൻ വരുമായിരിക്കണം. ശരി എന്തെങ്കിലും ജിമ്മിന് ഞാൻ ഇങ്ങനെ 2 ദിവസം അണ്ണമ്മനും വീട്ടിലിരുന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ വിളിച്ചോണ്ട് പോയി. അപ്പം ആ സമയത്ത് ഞാൻ ഒന്ന് ത്രെഡ്മില്ലിൽ ഇങ്ങനെ നടന്നിട്ട് അവിടെ പോയിരിക്കും. അപ്പോൾ അവിടെ ഇത്താമാരുടെ അടുത്ത് ഞാൻ എന്തോ വെയ്യേ സാലി. അപ്പം ഞാൻ പറഞ്ഞു ഞാനും അണ്ണനും ഒരുമിച്ച് ഇങ്ങനെ ചെയ്യുമല്ലോ, ഇങ്ങനെ പീരീഡ്സ് ആവാത്തതിൻ്റെ വയ്യായ്മ. അപ്പോഴേ അവരൊക്കെ പറഞ്ഞു ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക് പ്രഗ്നൻ്റ്. അവരുടെയൊക്കെ മൈൻഡ് അങ്ങനെ കാണുന്നതല്ല. ഞങ്ങൾ നിർത്തി. എന്നാലും ഇങ്ങനെ 10% ഇത് കാണുമല്ലോ. പക്ഷെ എനിക്ക് നമുക്കറിയാമല്ലോ, അങ്ങനല്ല. എനിക്ക് വയ്യായ്മകളുണ്ട്, പക്ഷെ അതാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. നിർത്തിയതിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, ആവില്ല എന്നുള്ളൊരു മൈൻഡ്. എന്നാലും എനിക്കൊരു ഭയങ്കര അങ്ങ് വന്ന് പോയാൽ മതി അങ്ങനെയുള്ള വയ്യായ്മകളുണ്ട്. നാക്കിന് നല്ല ആരോഗ്യമുള്ളതുകൊണ്ടാണ് ഈ കിടന്ന് വർത്താനം പറയുന്നത്. ശരീരത്തിൻ്റെ വയ്യായ്മകൾ നല്ലോണം ഉണ്ട്. മഴ വരാൻ പോകുന്നു നോക്ക്. നല്ല കൈ വേനെടുക്കുന്ന 3 മണി നല്ല കോള് വരുന്ന കേട്ടോ. ഞാൻ ഇനി ഇവിടെ പോസ്റ്റായിട്ടിരിക്കട്ടെ, അണ്ണം വരട്ടെ. എന്തിനാണ് വെറുതെ വായിരിക്കുന്ന കേൾക്കുന്നത്. സ്കൂട്ടി എടുത്തോണ്ട് വന്നിരുന്നെങ്കിൽ ഇപ്പം അവരെ 2 പേരും വിളിച്ചുകൊണ്ട് പോകുമായിരുന്നു. പക്ഷേ മടി. അപ്പം ഞാൻ പർപ്പിളിൻ്റെ വീഡിയോ അയച്ചു കൊടുക്കട്ടെ അവർക്ക്. റംബൂട്ടാൻ പിച്ച് എൻ്റെ വിളിച്ചോണ്ട് വന്നേ. ഇല്ല മോനെ, അത് മൊത്തം പൊട്ടാടി. അവിടെ താഴെ ഇറങ്ങി കാല് തന്നെ എൻ്റെ കാലൊടിയിട്ടെന്നോ. അമ്മ അത്ത വരട്ടെ. ഹായ്ഡാ. ഞങ്ങൾ അങ്ങനെയാണ്. ഒത്തിരി ഉണ്ട്, പക്ഷേ മൊത്തം പൊട്ടാ. എൻ്റെ വ്ളോഗ് കണ്ട ഇതെല്ലാം ഇടും. നീ നല്ല ഉടുപ്പൊക്കെ ഇട്ടേക്കുന്നത് എന്ത് പറ്റി? വീട്ടിൽ നൈറ്റിയൊക്കെ മാറി ഫാഷനായോ? ഫാഷൻ ഗേൾ. ഇതെന്തുവാ മറ്റേ നിക്ക് മോനെ,
ഇത് മറ്റേ ഇല്ല അത് ഒട്ടിച്ചേക്കുമല്ലയോ? ഇതെന്തുവാ ചെയ്തേക്കുന്നേ? അപ്പൊ ഈ കുരുകുരു പോലത്തെ സംഭവം സിമെന്റ് ആണോ? അണ്ണ എന്നോട് പറഞ്ഞു മറ്റേ എന്തോ ഒരു കല്ല് പോലത്തെ സംഭവം ഉണ്ടല്ലോ, അതാ ഞങ്ങളുടെ വീട്ടിൽ ഒട്ടിക്കുന്നേ. ആണോ? ഇത് എന്തോ ഒരു മുസേക്ക് പോലെ എന്തോ ഇരിക്കും. കണ്ടോ, നീ വെളുത്തിരിക്കുക, നീ വെളുത്തിയാ. ഡയറ്റ് ചെയ്യാതെ ഒരു മനുഷ്യന് വണ്ണം കുറയ്ക്കാൻ പറ്റുമോ? ഇതുകൊണ്ടെങ്കിൽ ഇവിടെ വരുമ്പോ മാത്രം ഇവരുടെ കളർ പോകും. ഇവിടെ വന്നാ പിന്നെ എങ്ങനെയാ സുന്ദരി? ആലി എങ്ങനെ വീണേന്ന് പറ. കൊള്ളാം, അന്റെ കൈ ഒടിഞ്ഞു. അതുകൊണ്ടാ മോനൂട്ടനെ എന്നെ കാണിച്ചോ. ഞാൻ എന്നും വീഡിയോ നിൽക്കുന്ന എന്നെ നീ വീഡിയോ കാണിക്കുന്നതിന് എനിക്കെന്ത് പ്രശ്നം? ഇവ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. എന്ത് പറ്റിയടാ? എന്തോ ഇത് ലൈവാണോ? ഹായ് ഫ്രണ്ട്സ്. എന്നെ അറിയാത്തവർക്കൊക്കെ അറിയിച്ചു കൊടുക്കും. ഞാൻ നാന്റെ റംബൂട്ടാനെന്ന് നോക്കട്ടെ. കണ്ടോ ഫ്രണ്ട്സ്, പൊന്നൂസിനും മോനുകുട്ടനും അണ്ണനും പിച്ചി തിന്നാനുള്ള റംബൂട്ടാനുണ്ട്. വലിയ മരമായി. പണ്ട് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ കൊച്ചൊരു മരമായിരുന്നു. മക്കളെ വേണ്ട വേണ്ട, ആലിയുടെ കൈ ഒടിഞ്ഞ കണ്ടോ? ബാ കയറി വാ, നമ്മൾ റിസ്ക് എടുക്കാൻ പാടില്ല. അത്ത ഇപ്പൊ വരൂടെ 12:30 ആകുമ്പോ. അപ്പൊ അത്തായി കൊണ്ടുവന്ന് പിച്ചി തരാം. ഇത് എനിക്ക് എത്തത്തില്ല മക്കളെ. തോട്ടം വല്ലതും ഉണ്ടോ ചേ? കണ്ട ഇല്ല. അങ്ങനെയാണെങ്കിൽ അമ്മായി ഇങ്ങനെ കാണുന്ന പോലൊന്നുമല്ല. അമ്മയ്ക്ക് എത്ര ഹൈറ്റ് ഒന്നും ഇല്ല കയ്യെത്തിപ്പിച്ചാൻ. ബാ അമ്മ വാങ്ങിച്ചു തരാം. അല്ലെങ്കിൽ അത്ത വരുമ്പോ കയ്യെത്തിപ്പിച്ചാം. ബാ കോട്ട് സെറ്റ്. ബാ. ഞാൻ വീട്ടിന് വെളിയിൽ കാത്തിരിക്കുമായിരുന്നു എന്തോന്നും മഴ പെയ്യാനേ. അപ്പോൾ എന്തായാലും നല്ലൊരു മഴയാണ്. ഇത്ര നേരം വെയിലാണ്, പക്ഷെ ഞൊടിയിടയിലാണ് കാലാവസ്ഥ മാറുന്നത്. ഇപ്പം ഈ മഴ മാറിയിട്ട് പെട്ടെന്ന് വെയിലും വരും കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ മഴയും കണ്ട് ജാസ്മിയോട് കൊച്ചു വർത്താനങ്ങളും വീട് പണിയുടെ കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെയേ ഇരുന്നു. കുറേ നാൾ കൂടിയാണ് ഞാനിങ്ങനെ ഇറങ്ങിയൊക്കെ വരുന്നത്. വീട്ടിൽ വന്നാൽ ജസ്റ്റ് വന്ന് പെട്ടെന്ന് അങ്ങ് പോവുമല്ലോ. പൊന്നൂസും മോണ്ടനും മാത്രമാണല്ലോ നിൽക്കുന്നത് വീട്ടിൽ. വിളിച്ചു പറഞ്ഞാലല്ലേ ഞങ്ങൾക്ക് റെഡിയായിട്ട് നിൽക്കാൻ പറ്റുവണ്ണേ. തുറ വണ്ടി. അണ്ണ എന്താ വിളിക്കാഞ്ഞത്? ഇപ്പം വിളിക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ല. രണ്ടുപേരും കുളിച്ചിട്ട് മഴയത്ത് കിടന്ന് കളിയായിരുന്നു ആലിയുടെ അവിടെ. അതിന്റെ കാണാനുള്ളത്. പോവാ. ഹലോ പ്ലീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പം നമ്മൾ അത്തമ്മയുടെ വീട്ടിൽ വന്നേക്കാൻ നമ്മൾ ഫുഡ് കഴിക്കാൻ. നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ല, രാവിലെ ഫുഡ് കാര്യറെ പോയി മേടിച്ചപ്പം നമ്മൾ തിന്നത് ദോശയും മത്തിക്കറി. അതും പിന്നെ ഇപ്പം ഉച്ചയ്ക്ക് തിന്നുന്നത് ഇവിടെ ചോറ്. തല എന്താണ് പത്തമ്മ ചോദിച്ച് മുട്ടയില് നീ പറയാൻ വീഡിയോ എടുക്കാമല്ലോ. എന്തുവാ? ഗുഡ് ആഫ്റ്റർനൂൺ. അതങ്ങ് തുടച്ചുള്ള പൊന്നു. കാര്യറെ പോയിട്ട് രാവിലത്തെ ഫുഡ് മൂക്കൊലിക്കുന്നു. ചോറല്ല ദോശയും മത്തിക്കറിയും. എന്നിട്ട് ഇനി ഉച്ചക്ക് കഴിക്കുന്ന അത്തമ്മ വീട്ടിൽ വന്നിട്ട് ചോറും കറി എനിക്കറിയത്തില്ല, നോക്കാം. ചോറും കറി എന്തോ. അപ്പൊ മോനോട് തന്നെ ഫോൺ എടുത്ത് വെച്ച് ഇങ്ങനെ സംസാരിക്കുന്നു. ഹായ് ഫ്രണ്ട്സ് എന്ന്. ഞാൻ പറഞ്ഞ അങ്ങനെ വേണ്ട, അമ്മ പിടിച്ചു തരാം, മക്കള് സംസാരിച്ചു പോന്നു. ഞാൻ വീട്ടിലോട്ട് പോവാൻ വേണ്ടി ഇങ്ങനെ അമ്മ വിളിച്ചു, അമ്മക്ക് തൊഴിലുറപ്പില്ലേ പറഞ്ഞ പോലെ? ഉച്ചക്ക് വന്നയാണോ? നമുക്കപ്പോ ചോറൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് അമ്മ 3 മണിക്ക് പോയാ പോരെ? 2:30-3 മണിക്ക് പോയാ പോരെ? 2:30 അത്തമ്മക്ക് തൊഴിലുറപ്പുണ്ട്. നമ്മുടെ വീടിന്റെ അവിടെ അടുത്ത് പുതിയ വീട് പണിയുന്നതിന്റെ അടുത്ത്. അങ്ങോട്ട് ഖുർആൻ ഓതുവാ. മക്കളൊക്കെ ചെറിയ സൂറത്ത് ആയതേ ഉള്ളു. പിന്നെ ഓതാം. അടച്ചു പോയി. അത്താടെ പഴയ
എല്ലാ സൂറത്തും ഉണ്ട്. ഇത് പഴയ ഖുറാനാ, 10-28 വർഷം പഴക്കമുണ്ട്. അത് ആദ്യമല്ലല്ലോ, അത് അങ്ങോട്ട് പോകുമ്പോ വലിയ സൂറത്തല്ലയോ. അടച്ചു വേ, നമുക്ക് പിന്നെ ഓതാം. നല്ല രീതി വേ. അത്തമ്മ ഓതാ എടുക്കുന്നതാ. അത് ഇത്ര വർഷം പഴക്കമായോണ്ട് ഞാൻ എന്റെ പണ്ട് 2ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ മേടിച്ചാ. 28 വർഷമാണ് പഴക്കമുണ്ട്. നല്ല രീതിയിലേ എന്താ ചോറുണ്ട്. ബാ അതെ, മുട്ട പൊരിച്ചതുണ്ട്, തേങ്ങ അരച്ച കറി, വറുത്തരച്ച മുട്ടക്കറി എന്തോ വേണം. ഇത്ര ചോറ് വേണ്ടായിരുന്നു. പ്ലേറ്റ് ഇടമ്മാ. ബാ നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ബാ കഴിച്ചോ അമ്മ? മീൻകറി വേണോ അടി മുട്ടക്കറി വേണോ? മീൻകറി വെക്കട്ടെ എന്നാ? ഞാൻ മുട്ടക്കറി അത് സൈഡിൽ വെച്ചോ. മുട്ടക്കറിയാ പൊന്നു ഉപയോഗിച്ചത്. മോരുണ്ടോ അമ്മ? ആ അതാ എല്ലാം ഉണ്ട് ഇവിടെ. ഓ അമ്മ പച്ച മോരുണ്ടെന്ന്. പൊന്നിന് വേണോ മോര്? മോരും മീൻകറിയും നമ്മൾ കഴിച്ച ശീലമുള്ളതാ. കുടിക്കാനാണോ? ഇരുന്നോ, നീ ഇരുന്നോ. ഇരുന്നോ അമ്മ ഇരുന്ന് കഴിച്ചല്ലോ. അല്ലയോ അമ്മ കഴിച്ചല്ലോ. ആ എന്നാ ഞാൻ ഇരിക്കാം. എന്നാ നീ ഇതെടു, ഈ ചെറിയ പാത്രം. ഒരു പ്ലേറ്റ് കൊടുത്താൽ ഇത്രയും ചോറ് വേണ്ട. ആ മുട്ടയുടെ അങ്ങ് പ്ലേറ്റ് എടുക്കണേ. എനിക്ക് ഇത് മതിയോ? എനിക്ക് ഇച്ചിരി, എനിക്ക് ആ പ്ലേറ്റ് ചെയ്താ. പൊന്നൂസിന് മോണ്ടൻ ഇച്ചിരി മുട്ട കൊടുത്തിട്ട് ആ മുട്ടയുടെ പ്ലേറ്റ് അങ്ങ് ഫ്രീ ആക്ക്. അപ്പൊ അതി ഞാൻ കഴിച്ചോളാം. മീൻകറി എട് മോനൂട്ടൻ ചാള പൊരിച്ച് വേണോ? പപ്പടം കൊണ്ടുവരും അത്തമ്മ കേട്ടോ. പപ്പടം ആ മോനൂട്ടൻ ചോദിച്ചത് ആ പ്ലേറ്റ് ഫ്രീ. ഇത് കഴി. ഇതൊക്കെയാ ഇതിന് കറിയും തോരനും ഒന്നും വേണ്ട. ആദ്യം ഞാൻ ചോറിടാൻ ഇല്ല. പ്രസവിച്ച് കിടന്നപ്പോ സ്ഥിരം ഈ മുട്ട ഇങ്ങനെ വറുത്തരച്ച കറിയായിരുന്നു കേട്ടോ. ഈ മറ്റേ ഞങ്ങളുടെ അമ്മ ഉണ്ടാക്കുന്ന. മോനൂട്ടനെ അത് ചാറ് ഒഴിച്ചു കൊടുത്തപ്പോ പറയാൻ മതിയെന്നു. ഞാൻ ഇത് തേങ്ങ ഇങ്ങനെ നമ്മള് മീൻ കറി വെക്കുന്ന പോലെ വറുത്തരച്ച് കറി വെക്കും. അമ്മ കഴിയുന്നില്ലയോ? അവിടെ ചോറ് കൊണ്ടുപോയായിരുന്നില്ലയോ? ഞാൻ പോയപ്പോഴേ മോനൂട്ടൻ മൂക്കൊലിക്കുന്നുണ്ടായിരുന്നു. ആ കണ്ടോ, അത് അത്രമാത്രം മോനൂട്ടൻ ചാടി. ഇന്നലെ അത്രയും കളിച്ചു വരും, അതുകൊണ്ടാ മൂക്കടപ്പും. കാറ്ററെ പോയിട്ട് വന്നാ പനി എന്തെങ്കിലും കാണാം. കാരണം കളിച്ചങ്ങ് മറക്കും. ബാഗ് മാത്രല്ലേ ഉള്ള. അതെ, എന്നിട്ട് നാളെ ഇനി സ്കൂളിൽ പഠിത്തമുണ്ട് കേട്ടോ. നാളെ ലീവൊന്നും ഇല്ല. അതെ, പിന്നെയും ശനി ഞായറും അവധിയാ. ചോറ് കഴിക്കാം. 2:45 ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ട് 3 മണിക്ക് പൊന്നൂസിന് മോണ്ടനെ മദ്രസയിലെ ട്യൂഷൻ ആക്കണം. പിന്നെ അമ്മായിയെ തൊഴിലുറപ്പിൻ്റെ സൈറ്റിലാക്കണം. അപ്പോൾ പൊന്നൂസിന് മോണ്ടനെ അപ്പുറത്തെ നമ്മുടെ ഇർഫാൻ്റെ കയ്യിൽ പോക്കിമോൻ്റെ കാർഡ് ഇരിപ്പുണ്ടെന്ന്. അപ്പോൾ അതുപോലത്തെ വേണമെന്ന്. അപ്പം നമ്മുടെ കാറിൽ തന്നെ ഈ കടയിലുണ്ടെന്ന് പറഞ്ഞേ. അങ്ങനെ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഇത് ഇറങ്ങിയതാണ്. ഓ നെറൂട്ട് പൊന്നു എന്തോ മേടിച്ചേ? ഹാപ്പി ആയല്ലോ. അത് അഴുക്കാവും പൊന്നു, വലുതില്ലല്ലോ. ഇത് നോക്ക്. ഓക്കെ, പള്ളിയിലും ട്യൂഷൻ ഇട്ടുകൊണ്ട് പോകാൻ പോരെ. വലുത് നോക്കാം. അമ്മായിക്ക് ഇത് ഇങ്ങനത്തെ ആണോ വേണ്ടത് അതോ സിൽപ്പറോ? ആ ഇതും സിൽപ്പർ മോഡലാ. ഇതാണ്ട പൊന്നു, ഇത് വേണോ? നോക്ക്. അല്ല അതുപോലത്തെ വലുതെടുക്കാം. കൊള്ളാലോ. എനിക്ക് ഇതുപോലത്തെ ടൈപ്പ് മതി. താണ്ട പൊന്നു, ഇത് അറിയാം. ഇരിക്കുന്നല്ലോ, സൈസ് ഇല്ല. ഓ ഇത് വലുതാ പൊന്നെ. ഇതില്ലേ, ഇത് അമ്മായിക്കും ഉണ്ട്.
അമ്മ ഇത് വലുതാ, ഇതുപോലത്തെ വേണ്ടല്ലോ. എന്നാ ഇതിട്ട് നോക്കുമല്ലോ. ഇങ്ങനുള്ളത് മതി, കാരണം പള്ളിയിലൊക്കെ പോവാനല്ലേ. ഇട്ട് നോക്ക്. ചെറുതാണോ? അമ്മക്കെല്ലാം ചെറുതാണോ? ഇതോ? ഇതപ്പോ വലുതായിരിക്കും. മോനട്ടാ പതുക്കെ പതുക്കെ. അത് കൊള്ളാവോ പൊന്നു? എനിക്ക് അങ്ങനത്തെ വേണ്ട പൊന്നു. ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് കിടക്കുന്നതിൽ നല്ലത്. അണ്ണ ഏതാണ്ട് ഇതുപോലത്തെ ഇതിന്റെ വലുതുണ്ടോ എന്ന് ചോദിക്കും. ഇതുപോലത്തെ കാണാം. ആ അല്ല, അവർക്ക് പിങ്ക് പിന്നു അത്തമ്മാന്ന്. അമ്മ തൊഴിലുറപ്പിന് പോന്നേ, അപ്പ ഇട്ടോണ്ട് പോവാനാ. തെന്നാത്ത ചെരുപ്പോട്. അമ്മക്ക് നടക്കുമ്പോ സ്ലിപ്പ് അല്ലെങ്കിൽ ഇട്. അതാണ്ട ഇത് കൊള്ളാം, ഇത് കൊള്ളാം. 8 വരെ ഉള്ളു. അമ്മക്ക് എത്ര സൈസ്? എത്ര? 9 ഞങ്ങൾ രണ്ടുപേർക്കും ഒരേ ചെരുപ്പ് എടുക്കാം. മുടിയൊക്കെ കെട്ടണം പോകുമ്പോ. മോനൂട്ടൻ അതാണോ? നിക്ക് അക്കച്ചിക്ക് മോനൂട്ടനെ ഒരുപോലത്തെ വാങ്ങിച്ചു തരാമേ. നില്ല്. പൊന്നൂനും മോനൂട്ടനെ ഒരുപോലത്തെ കളർ മേടിച്ചു തരാം. എനിക്ക് മേടിച്ചു തരാം. അത്തമ്മക്ക് ആദ്യം ചെരുപ്പ് എടുക്കട്ടെ. അത് മതിയോ? ബ്ലൂ വേണോ? പോയിട്ട് വാ. വലൈക്കുസ്സലാം. കണ്ണുനീർത്തുള്ളി ഇല്ലടി. കണ്ണുനീർത്തുള്ളി നമുക്ക് നോക്കാമേ. വെയില് വരുന്നോണ്ട് അത് പോകുന്നത്. പിള്ളേര് നമ്മള് ഇന്ന് നേരത്തെ വന്ന് നേരത്തെ അത്താമ്മ വിളിക്കാൻ വരാം കേട്ടാ. വലൈക്കുസ്സലാം. പോട്ടെ. വലൈക്കുസ്സലാം. അങ്ങനെ 8 മണി പൊന്നൂസിനെ മോണ്ടനെ മദ്രസയെ വിട്ടിട്ടു. ഞങ്ങള് സമയം ഒരു 4:30 ചായ കുടിക്കാൻ വേണ്ടി വന്നു. ചായ കുടിക്കാനല്ല വന്നത്, ടൗണില്. ഞാൻ പറഞ്ഞില്ല എനിക്ക് വെയ്യായ്മയാണെന്ന്. അപ്പം ടൗണിൽ ചന്ദ്രിക മേഡത്തെ കണ്ടു. ഞാൻ മേഡത്തിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്തത് കേട്ടോ. അപ്പോൾ മേഡത്തിനെ കണ്ട് വീട്ടിൽ പോയി കണ്ടു കാര്യം പറഞ്ഞപ്പോൾ മേഡം പറയുന്നത് വെച്ചാൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. എനിക്കാണെങ്കിൽ ടെൻഷനും വിഷമവും. ഇതെന്താ ഏത്തക്കപ്പോ? ഈ എണ്ണ ഏത്തക്കപ്പോ ഈ പഴുത്ത പഴം വെച്ച് ഏത്തക്കപ്പ ഈ എണ്ണ പറഞ്ഞ എനിക്ക് എടുത്തിട്ടുണ്ട്. നീ തിന്നു നോക്കാൻ. കൊള്ളാന്ന് പറയാണെങ്കിൽ എടുക്കും. കമ്മലിന്റെ ബട്ടൺ സൂരിപ്പോയി വല്ലാതിരിക്കണല്ലേ. നല്ലതാണോ? കുഴപ്പമില്ല, മൊരിഞ്ഞില്ലെന്നേ ഉള്ളു. കുഴപ്പമില്ല. മേഡം ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് മേഡത്തിനെ വിളിച്ച് പറയാൻ പറഞ്ഞു. എന്നിട്ട് എന്തുവാന്ന് വെച്ചാൽ നോക്കാം. അടച്ചോണേ, വെയ്യായ്മ ഒന്ന് മാറിയാൽ മതി. വെയ്യ പഴയ ഒരു എനർജി ഇല്ല. കുത്തി ഇരിക്കുക. തളർന്നു കുത്തി. ചായ കുടിച്ചിട്ട് കാണാം. ഇതും തുള്ളിയാണ്. ഉള്ളിവട വേണം, നല്ല ഉള്ളിവട. മോനൂട്ടനും കൂടെ ഏത്തക്കാപ്പ മേടിക്കണേ. മൂന്നൂട്ടൻ നിന്ന് കട്ട്ലറ്റ് വാങ്ങാം. അവന് അതാ ഇഷ്ടം. പൊന്നൂന് വേണ്ട, നമുക്കല്ലാതെ എന്തെങ്കിലും മേടിയിടും. കൈ കെട്ടും. ഫ്രണ്ട്സ്, ഇപ്പം അമ്മയ്ക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പോവാണേ. എന്നു വെച്ചാൽ അമ്മ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞ് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ. അപ്പം അമ്മ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധനമൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇതെന്താ ക്ലീൻ ചെയ്യുന്നയോ? അതെ, ഇത് വെച്ചിട്ടാണ് അത്തായി നോക്കിയത്.
ഓടി വാടാ വേണമെങ്കിൽ കാണണമെങ്കിൽ ഓടി വാ. അപ്പം എന്തുവാണെന്ന് അമ്മയ്ക്ക് അറിയത്തില്ല, പക്ഷേ നമുക്ക് നോക്കിയിട്ട് പറയാം കേട്ടോ. വീണല്ലോ. 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും എല്ലാരും. ഇതെന്തോത്തിന്റെ അത് അമ്മായിക്ക് വെയ്യാന്ന് പറഞ്ഞു ഡോക്ടർ. അപ്പൊ ഡോക്ടർ വന്ന് വയറ്റിനകത്ത് എന്തെങ്കിലും ഉണ്ടോ, വേദനയാണോ, സ്കാൻ ചെയ്യണോ. റെഡ് കളർ വരുന്നത്. റെഡ് കളർ വരും, നമുക്ക് ശേഷം അറിയാം. വെയിറ്റ്. എന്നിട്ട് അത് 2 വരെ വന്ന അമ്മ പോസിറ്റീവോ പ്രഗ്നന്റ്. പിന്നെ എന്തോ പിന്നെ 2 വരെ വന്ന അമ്മക്ക് ഡിഗ്രി മാലെ തൊടല്ലേ. എന്നാൽ 2 വരെ ഒന്നും വരത്തില്ല, ചുമ്മാ റെഡ് അത്ര ഉള്ളു. ഇവിടെ എത്ര പേര് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. എന്താ അമ്മ വരാത്തെ? വരത്തില്ല, വരും. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും, നമുക്ക് നോക്കാം. ഇല്ല, ഒന്നേ ഉള്ളു. പോടാ, ചുമ്മാതാ, നെഗറ്റീവാ. അല്ല, ആയാലും ട്യൂബിലല്ലേ ആവും, അല്ലെങ്കിൽ നമുക്ക് സന്തോഷിക്കായിരുന്നു. അപ്പൊ നെഗറ്റീവാണ്. അപ്പൊ ഈ അണ്ണൻ തന്നെ ഇത് കൊണ്ട് കളയണം. പൊന്നൂസിന് നെഗറ്റീവായതിൽ സങ്കടം. സാരല്ല മോനെ, അവൾക്ക് വിഷമമുണ്ടാവും, നമ്മൾ കാര്യമാക്കണ്ട. അണ്ണ ഇന്ന ഇതൊന്ന് അവന് സന്തോഷം, അവൻ ആരാ സാധനം. മുത്തുമണീസ്, അങ്ങനെ നമ്മുടെ ആ ചാപ്റ്റർ ക്ലോസ് ആയി. മേഡത്തെ വിളിച്ചിട്ട് മേഡം ബിസിയാണ്, വിളിച്ച് പറയാം. അപ്പം ഞാൻ മൈക്ക് വെച്ചില്ല, അതായത് ഞാൻ അടുത്തോട്ട് വന്ന് സംസാരിക്കുന്നത്. ഞാൻ വിചാരിച്ചൊരു മാംഗോ ഷേക്ക് അടിക്കാന്ന്. ഞാൻ ഇന്നലെ കട്ടിപ്പാല് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല പഴുത്ത മാങ്ങയും വാങ്ങിച്ചിട്ടുണ്ട്, അധികം പഴുക്കാത്ത മാങ്ങയും വാങ്ങിച്ചിട്ടുണ്ട്. അധികം പഴുക്കാത്ത മാങ്ങ നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ വെച്ചേക്കാം, ഇവർക്ക് തന്നെ പിന്നെ ഇച്ചിരി കൂടെ കഴിക്കുള്ളൂ. എനിക്ക് അധികം പഴുക്കാത്ത മാങ്ങ ഉപ്പും മുളക് പൊടിയും കൂട്ടി കഴിക്കാൻ ഭയങ്കര. പാലമ്മ ഇന്നലെ കട്ടിപ്പാല് ഫ്രിഡ്ജിൽ വെച്ചു. അപ്പൊ 3 നല്ല പഴുത്ത മാങ്ങ ഉണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഷേക്ക് അടിക്കാം. അണ്ണേ മാങ്ങ ഒന്ന് ചെത്തിത്താണ്ണേ, ചെത്തിത്താണ്ണേ. പൊന്നു ഇതം കൊണ്ട് കളഞ്ഞാൽ മുന്നേ. അയ്യോ, അങ്ങനൊന്നുമല്ല, ഇതും കൊണ്ട് അപ്പുറത്ത് ഇട്ടുതരാം. ഞാനൊന്ന് കുളിച്ച് പറയാം, ഭയങ്കര ക്ഷീണം. വേണ്ട വേണ്ട വേണ്ട, കൈ മുറി. മാറി 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 മാറി. പെട്ടെന്ന് കാര്യം കഴിഞ്ഞു. നീ ഇങ്ങനൊക്കെ ആക്കി കൈ മുറിയും. ആ പ്ലേറ്റിങ് എടുത്തേ, പൊന്ന പ്ലേറ്റിങ്. നല്ല മണമാണ് ചേട്ടാ. പേരൊന്നും എനിക്ക് പറഞ്ഞുതരാൻ അങ്ങനെ അറിയത്തില്ല, അതാണ് പ്രധാന പ്രശ്നം. തൊലിയും കളയണം. മാങ്ങ വെക്കാനാ. മക്കള് പോയിരുന്ന് പഠിച്ചോ? പള്ളിയിലെ അവിടുത്തെ ഹോംവർക്ക് ഒക്കെ ചെയ്തോ? ഹോംവർക്ക് ഇല്ല. ഇല്ലേ? പിന്നെ പള്ളിയിൽ നിന്ന് സീറ്റ് എടുത്തിട്ട് ഫുൾ ആട്ടോ, ഫുൾ. വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ ഇത് ചെത്തി കഴിഞ്ഞിട്ട് കാണിക്കാൻ മനസ്സിൽ നിന്നല്ലേ നിങ്ങൾ എന്തിനാ ചെത്തുന്ന് കണ്ടുപിടിക്കുന്നത്? ഓ പേ പൊന്നു ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ മാംഗോ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. കുടിച്ചു നോക്കാം കേട്ടോ, കഴിച്ചു നോക്കാന്ന് പറഞ്ഞേ. അമ്മ അടിപൊളി. മുന്നോട്ടാണെങ്കിൽ ചെറിയൊരു പനിയുടെ ഇതുണ്ട്, കുടിക്കണ്ടെന്നുണ്ട് കുടിച്ച്. പിന്നെ ഇല്ലേ, ബാവയുടെ അവിടെ വെള്ളം കുടിക്കാൻ പോയേ, അപ്പൊ ഇവള് വീണ്ടും പറഞ്ഞ് വെള്ളം നമുക്ക് കഴിക്കാന്ന്. അപ്പൊ മോനോട്ട് ഇന്ന് മഴ നനഞ്ഞാൽ ചെറിയൊരു ജലദോഷമുണ്ട്, മരുന്ന് കൊടുത്ത്. അപ്പം മുത്തുമണീസ്, ഞങ്ങളുടെ ഇന്നത്തെ ദിവസം ദാ ഇങ്ങനെ അങ്ങ് പോയില്ല. അപ്പോൾ ഇപ്പൊ സമയം 6:30 ആയി കേട്ടോ. ഇനി നാളെ പൊന്നൂസ് മോണ്ടനും സ്കൂളുണ്ട്. പൊന്നൂസ് മോണ്ടനും ടൈം ടേബിളും എല്ലാം എടുത്ത് വെച്ചിട്ട് കാര്യറെ പോയത്. പിന്നെ ഞാൻ യൂണിഫോം എല്ലാം കഴിവിട്ട് സെറ്റാക്കി വെച്ചിട്ടാണ് പോയത്. ഇപ്പൊ രാവിലെ എന്തെങ്കിലും കാപ്പിയായിട്ട് ഉണ്ടാക്കി കൊടുത്തുവിടാന്ന് വിചാരിച്ചല്ലേ. ലഞ്ചിന് ഇനിയും എനിക്ക് പണിയെടുക്കാൻ വയ്യ. ഓ, നിങ്ങൾ ഇന്നത്തെ ടൈം ടേബിളാണ് എടുത്ത് വെച്ചത്, അത് കഴിഞ്ഞ് ഇന്നും പഠിത്തമില്ലെന്ന് അറിഞ്ഞല്ലോ. അപ്പോൾ എന്താണ്ട് പൊന്നൂസ് മോണ്ടനൊക്കെ നെഗറ്റീവ് ആവാൻ ഇഷ്ടമുള്ള ആളാണ്. എന്നിട്ട് അന്നേരം പറയുവാ, ഷോ എനിക്ക് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു വലിയ മോനട്ടാ. അവൻ മോനൂട്ടന് പനി ആയിക്കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. പക്ഷെ ഒത്തിരി നാളായി ഒരു പനിയൊക്കെ വന്നിട്ടില്ല തന്നെ, ഒരുപാട് നാളായി. ഞങ്ങൾ അവന് അലർജിയുടെ സ്പ്രേ അടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ എപ്പോഴും പനി വരുമായിരുന്നു. ഇപ്പൊ ഒത്തിരി നാളായി. ഇതിപ്പം മഴ ചെറുതായിട്ട് നനഞ്ഞതിന്റെ പനിയാണെന്ന് തോന്നുന്നു. ആ
ഞാൻ എന്ത് ചെയ്യാനാ, നമ്മളെല്ലാവരും കഴിക്കുമ്പോൾ അവനെ കൊതിയായിരിക്കും. അതന്നേരം ഓർത്തതും ഇല്ല കേട്ടോ. അപ്പോൾ ഇത് ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൽ ഇന്നലെ ഞാൻ ഫ്രിഡ്ജിൽ കട്ടിപ്പാൽ വെച്ചതായിരുന്നു. അപ്പം മുത്തുമണീസ്, അപ്പം അടുത്ത അടിപൊളി ഒരു വ്ലോഗായിട്ട് കാണാം. അതുവരെ